ഹായ് എല്ലാവർക്കും RKM റെസിപ്പീസ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കുർമ ഉണ്ടാക്കിയെടുക്കാം. ഒരു വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ചിക്കൻ ആദ്യം നമുക്ക് ചിക്കനൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. പിന്നെ അതിന് വേണ്ടിയ ഉള്ളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, പിന്നെ തക്കാളി, പച്ചമുളക്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. പാത്രം ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കഷ്ണം ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരല്പം നേരത്തേക്കൊന്ന് അടച്ചു കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് വെന്താൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റ് ആയി. നമുക്ക് തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാല, തേങ്ങ ചുരണ്ടിയത്, അതുപോലെ കരിവേപ്പില, പിന്നെ നമുക്ക് അല്പം മല്ലിയില വേണം ഒരു കളർ കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു 3 കഷ്ണം ഏലക്ക, അല്പം കുരുമുളക് ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഉള്ളി തക്കാളി വെന്തതിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഒന്ന് മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ മസാല മിക്സ് ചെയ്യണം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. അല്പം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഒന്ന് അതിലിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പ് നോക്കി ചെക്ക് ചെയ്തൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഉള്ളിലിട്ടതാണ്. ഇനി അല്പം നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം വേറാകുമ്പോൾ നമുക്കിതിലേക്ക് കരിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്തു. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ മസാലക്കൂട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മളെ ചിക്കൻ കുർമ ഏകദേശം റെഡിയാണ്. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളെ ചിക്കൻ കുർമ റെഡിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കുർമ റെഡിയാണ്. നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.